മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി ടി വാസുദേവൻ നായർ നടത്തിയ രാഷ്ട്രീയ വിമർശനം സജീവ ചർച്ചയാകുന്നു. KLF വേദിയിൽ ചിലത് പറയുമെന്ന് ടി നേരത്തെ വ്യക്തമാക്കിയിരുന്നുവെന്ന് എഴുത്തുകാരൻ സുധീർ പറഞ്ഞു. രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നയാളാണ് ടി. കേരളവും മുന്നിൽ കണ്ടാണ് പ്രസംഗം. ടിയെക്കുറിച്ച് അറിയാത്തവരാണ് സംശയിക്കുന്നതെന്നും സുധീർ 24നോട് പറഞ്ഞു. ആർക്കെതിരെയാണെന്നുള്ളത് ടി പറഞ്ഞത് കൃത്യമാണ്. ഇത്തരം സമാന സ്വഭാവങ്ങളോടുകൂടി ഭരണത്തെ നേരിടുന്ന അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആർക്കും അത് സ്വീകരിക്കാവുന്നതാണ്. അദ്ദേഹം പറഞ്ഞതൊരു പ്രത്യേക രാഷ്ട്രീയ പ്രക്രിയയെക്കുറിച്ചാണ്. ആ പ്രക്രിയയോട് ചേർന്ന് നിൽക്കുന്നവർക്കത് അവരവരെന്താണ് തോന്നുകയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആ ഭരണാധികാരികളെയൊക്കെ നോക്കുമ്പോൾ ഇത് ടി ഇവർക്കെതിരെയാണല്ലോ പറഞ്ഞു തോന്നുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അവരെല്ലാം അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ടി പറഞ്ഞ വാചകം തന്നെ ആത്മപരിശോധനയ്ക്കുള്ള ഏറ്റവും വലിയ സമയമാണ്. അത് ടിയിൽ നിന്നുണ്ടായി എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സമൂഹം ഏറ്റെടുക്കുന്നത്. അതേസമയം ടിയുടെ പ്രസംഗം മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. ടിയെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രാധാന്യം സഖാവ് EMSന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഇടപെടലുകളൊക്കെ പറഞ്ഞു. ടി പ്രസംഗം കഴിഞ്ഞ് അവിടെ ഇരുന്നു. മുഖ്യമന്ത്രിയുമായും സന്തോഷത്തോടുകൂടി സംസാരിച്ചു. ഞങ്ങളോടൊക്കെ സംസാരിച്ചു. എന്നെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ചാനലിൽ എഴുതി കാട്ടുന്നു മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് ടി. മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് ടി. ഇതാണ് എഴുതി കാട്ടുന്നത്. നോക്കണം നിങ്ങൾ, ഇത് മാധ്യമ പ്രവർത്തന രീതിയാണ്. ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ പറയാനും ഞാൻ കേരളത്തിലെ സർക്കാരിനെതിരെ പറയാനും എന്ന് ടി അവിടെ വിളിച്ചയാളോട് പറഞ്ഞു എന്നാ പറയും. നവകേരള സദസ്സിലെ പിന്തുണ കണ്ട് വിരളി പൂണ്ടവർ ടിയുടെ പരാമർശത്തെ തെറ്റായി വ്യാഖ്യാനിച്ചെന്ന് മന്ത്രി സജി ചെറിയാൻ. മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരുപറ്റം മാധ്യമങ്ങൾ തെറ്റായി പ്രസംഗം വ്യാഖ്യാനിച്ചെന്നും സജി ചെറിയാൻ വിമർശിച്ചു. ടി തന്നെ നിഷേധിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. മാത്രമല്ല അങ്ങനെ ടി അങ്ങനെ ഉദ്ദേശിക്കേണ്ട കാര്യവുമില്ല. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനനേതാവാണ്. അപ്പോൾ ഒരിക്കലും ടി അങ്ങനെ ഉദ്ദേശിക്കില്ല. അദ്ദേഹം ഒരു പ്രസംഗത്തിലൊരു പരാമർശം നടത്തി, അത് ആരെപ്പറ്റി ആർക്ക് വേണമെങ്കിലും എടുക്കാം. പക്ഷേ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു പറ്റം മാധ്യമങ്ങളുടെ ഒരു പരിശ്രമം മാത്രമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ടി വാസുദേവൻ നായരുടെ പരാമർശം കേന്ദ്രത്തിനെതിരെ എന്ന് ആവർത്തിച്ച LDF കൺവീനർ P ജയരാജൻ. ഇല്ലാത്ത വിവാദം ഉണ്ടാക്കേണ്ട, രാഷ്ട്രീയ നേതാക്കളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്ന് ടി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും P ജയരാജൻ പ്രതികരിച്ചു. ടി തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെയോ രാഷ്ട്രീയ പാർട്ടികളെയോ അടിസ്ഥാനമാക്കിയല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി. എന്തിനാണ് അദ്ദേഹത്തെ പോലെ സാംസ്കാരിക രംഗത്തെ, സാഹിത്യ രംഗത്തെ ഒരു വലിയ വയോവൃദ്ധനായിട്ടുള്ള ഒരു വലിയ നേതാവ്, എന്തിനാ അദ്ദേഹത്തെയൊക്കെ വീണ്ടും വീണ്ടും വിവാദത്തിലേക്ക് വലിച്ചിഴച്ച് വേണ്ടാത്ത വിവാദമുണ്ടാക്കുന്നത്? ടി വാസുദേവൻ നായരുടെ വിമർശനം മുഖ്യമന്ത്രിയുടെ സ്തുതിപാഠകർ കേൾക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി പറഞ്ഞ മൂർച്ചയേറിയ വാക്കുകൾ ഒരു കാരണവശാലും ബധിരകർണങ്ങളിൽ പതിക്കരുതെന്നാണ് എൻ്റെ വിനയപൂർവമായ അഭ്യർത്ഥന. കാരണം കാലത്തിൻ്റെ ചുവരെഴുത്താണ് അദ്ദേഹം വായിച്ചത്. ഈ കാലം ആവശ്യപ്പെടുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അധികാരം എങ്ങനെ ദൂഷിപ്പിക്കുന്നു മനുഷ്യനെ, അധികാരം അഹങ്കാരത്തിലേക്കും ധാർഷ്ട്യത്തിലേക്കും എങ്ങനെ പോകുന്നു, പ്രതിഷേധങ്ങളെ ഭയപ്പെടുന്നു, പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ഹനിക്കുന്നു, അതിനെ അടിച്ചമർത്തുന്നു, ക്രൂരമായ മർദ്ദന മുറകൾ സംസ്ഥാനത്തെമ്പാടും അഴിച്ചുവിടുന്നു. ഇതൊക്കെ കണ്ട് ടിയെ പോലുള്ള ഒരാൾ പ്രതികരിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. പരാമർശം മുഖ്യമന്ത്രിയെയോ സർക്കാരിനെയോ ഉന്നം വെക്കുന്നതല്ലെന്ന P ജയരാജന്റെ പ്രതികരണം മുരളീധരൻ MP തള്ളി. ടി ഉദ്ദേശിച്ചത് P ജയരാജന് മനസ്സിലാകാഞ്ഞിട്ടല്ല, കാര്യം പറഞ്ഞാൽ പണി പോകുമെന്ന പേടിയാണ് P ജയരാജനെന്നും മുരളീധരൻ MP പരിഹസിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ രൂപം ഇപ്പോൾ സാഹിത്യകാരന്മാർ വരെ മനസ്സിലാക്കാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്നലെ ടിയുടെ പ്രസംഗം. അത് വളരെ അർത്ഥവത്താണ്. അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്ന് എന്തുമാത്രം മാറി എന്നുള്ളത് വളരെ വ്യക്തമാണ്. എഴുത്തും വായനയും അറിയാവുന്നവർക്കൊക്കെ അത് കേട്ടാൽ മനസ്സിലാവും. P ജയരാജന് മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷെ അത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലി പോകുന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഒന്ന് മാറ്റി പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായി. ഇനി മോഡിയെക്കുറിച്ച് പറഞ്ഞാലും ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ഫലത്തിൽ പിണറായിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് മോഡിക്ക് അപ്ലിക്കബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
കേരള സന്ദർഭത്തിലേക്ക് MTയുടെ വിമർശനം ചുരുക്കേണ്ടെന്ന് കവി സച്ചിദാനന്ദൻ. കേൾക്കുന്നവർക്ക് ഏത് രീതിയിലും വ്യാഖ്യാനിക്കാം. പ്രസ്താവന വ്യക്തിയുമായി ബന്ധപ്പെട്ടതെന്ന് പറയാനാകില്ല. ദാർശനിക പ്രസ്താവന എന്ന നിലയ്ക്ക് MT പറഞ്ഞത് ശരിയാണ്. കേന്ദ്രത്തെക്കുറിച്ചെന്ന് വ്യാഖ്യാനിക്കാമെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. വ്യക്തിയെ മാത്രമല്ല, പൊതുവെയുള്ള ആഗോള സന്ദർഭം, ദേശീയ സന്ദർഭം, ഒരുപക്ഷെ കേരള സന്ദർഭം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് മാത്രം വ്യാഖ്യാനിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു പ്രസ്താവമായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഒരു ഭൗതിക സാന്നിധ്യം കൊണ്ട് മാത്രം അത് അദ്ദേഹത്തെ ഉദ്ദേശിച്ചാണെന്നുള്ള വ്യാഖ്യാനം അതൊരു വ്യാഖ്യാനമാണ്. പലതരത്തിൽ വ്യാഖ്യാനിക്കാം. അതൊരു സാധ്യമായ ഒരു വ്യാഖ്യാനമാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ആ രീതിയിൽ മാത്രമാണ് വ്യാഖ്യാനിക്കേണ്ടത്. അതിനെ ഇന്നത്തെ ദേശീയ സന്ദർഭത്തിൽ കാണേണ്ടതില്ലേ, സാർവദേശീയ സന്ദർഭത്തിൽ കാണേണ്ടതില്ലേ മുതലായ ചോദ്യങ്ങളും അത്ര തന്നെ പ്രധാനമായിട്ടാണ് ഞാൻ കാണുന്നത്. MTക്ക് പിന്തുണയുമായ നടൻ ഹരീഷ് പേരടിയും ജോയ് മാത്യുവും ഗീവർഗീസ് മാർ കുറിലോസും രംഗത്തെത്തി.